തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് കെട്ടിടത്തിന്റെ സീലിംഗ് ഇളകി വീണു. കമ്പ്യൂട്ടർ സയൻസ് 2ാം വർഷ ക്ലാസ്സിലാണ് സീലിംഗ് ഇളകി വീണത്. കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണല്ലോ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ കെട്ടിടത്തിന്റെ സീലിംഗ് ഇളകി വീണപ്പോൾ ആ ക്ലാസ് മുറിക്കുള്ളിൽ കുട്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതു രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്? ശ്രീനന്ദയിലേക്ക് എത്താം. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണ് സംഭവം. എഞ്ചിനീയറിംഗ് കോളേജ് കെട്ടിടത്തിന്റെ സീലിംഗ് ഇളകി വീണു. കമ്പ്യൂട്ടർ സയൻസ് 2ാം വർഷ ക്ലാസ്സിലാണ് സീലിംഗ് ഇത്തരത്തിൽ ഇളകി വീണത്. ആ ഇളകി വീണ ഭാഗങ്ങൾ ബെഞ്ചിന് മുകളിൽ പതിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട് ഇതിനെതിരെ. എന്തായാലും സംസ്ഥാന വ്യാപകമായി ഗവൺമെന്റ് സ്കൂളുകളുടെ ശോച്യാവസ്ഥ ഒരു വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന സാഹചര്യത്തിലാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ഈ സംഭവം. സീലിംഗ് ഇളകി ക്ലാസ് മുറിക്കുള്ളിൽ വീഴുന്ന കാഴ്ചയാണ് ഉണ്ടായത്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും ഉണ്ടാവുകയും. ശ്രീനന്ദയിലേക്ക്. ശ്രീനന്ദ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇപ്പോൾ ഈ ഒരു സീലിംഗ് ഇളകി വീണതായുള്ള ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസ് 2ാം വർഷ ക്ലാസ് മുറിയിലാണ് സീലിംഗ് ഇളകി വീണിരിക്കുന്നത്. ഇന്ന് രാവിലെ 2 ദിവസം ക്ലാസ്സില്ലായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ വിദ്യാർത്ഥികൾ എത്തിയപ്പോഴാണ് സീലിംഗ് ഇളകി വീണതായി അവർ കാണപ്പെടുകയും തുടർന്ന് അവർ പ്രതിഷേധിക്കുകയുമാണ്. സീനിയർ വിദ്യാർത്ഥികളോട് പറയുകയും തുടർന്ന് അവരെല്ലാവരും ചേർന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത്. ശേഷം പ്രിൻസിപ്പലിനോട് സംസാരിക്കുകയും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നൊരു കാര്യമാണ് ഈ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ആവശ്യപ്പെട്ടത്. എന്തായാലും ഇതിനൊരു പരിഹാരം ഉടൻ തന്നെ കാണാമെന്നുള്ള പ്രിൻസിപ്പലിന്റെ വാക്കിന്മേൽ ഈ ഒരു പ്രതിഷേധം അവർ നിർത്തി മടങ്ങിയതായാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇപ്പോൾ തരാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത്, മുൻപും സമാന രീതി നമ്മൾ ഇന്നലെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ആയുർവേദ കോളേജിലും ഇതുപോലെ സീലിംഗ് ഇളകി വീണ ഒരു വിഷയം നമ്മൾ പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂളുകളിലെ സീലിംഗ് ഇളകി വീഴുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വീണ്ടും ഒരു കാര്യമാണ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ വീണ്ടും ഇതാ ഒരു അശ്രദ്ധ മൂലമുണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ സീലിംഗ് ഇളകി വീണ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിടത്തല്ല 2-3 ഇടത്തായി സീലിംഗ് ഇളകി വീണിട്ടുണ്ട്. വിദ്യാർത്ഥികളെല്ലാം തന്നെ വളരെ വലിയ രീതിയിലാണ് പ്രതിഷേധിച്ചുകൊണ്ടിരുന്നത്. പ്രതിഷേധത്തിന് ഒരു അയവ് വന്നത് പ്രിൻസിപ്പലിനോട് സംസാരിച്ച ശേഷമായിരുന്നു. എന്തായാലും നിരവധി തവണ ഇങ്ങനെ ഗവൺമെന്റ് ആശുപത്രികളിലും സ്കൂളുകളിലും കോളേജുകളിലുമായി ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഇതുവരെ ഇതിനൊരു പരിഹാരം, ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താത്തതെന്നൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടേണ്ടത്. എന്തായാലും ഈ ഒരു പ്രശ്നം താൽക്കാലികമായി ഒതുക്കി തീർത്ത ഒരു മട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയും പ്രശ്നങ്ങൾ ഉടലെടുക്കേണ്ട സാധ്യതകളുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി, ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.